കാര്യം ഇത്രയും വിലയല്ലേ മക്കളെ, 30, 40, 20, 15 ഒക്കെ അല്ലേ വില. ഒരു കിലോ തേങ്ങയ്ക്ക് 73 രൂപ വിലയുടെയൊക്കെയാണ്. അപ്പം നമുക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. പിന്നെ ഇവിടെ വന്നിരുന്ന് ചുമ്മാ ഇരുന്ന് കൈ നീട്ടണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് വല്ലതും കിട്ടണതിന് വെള്ളം കുടിക്കാൻ അങ്ങനെ വരണതാണ്. തേങ്ങയുടെ വില വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളൊക്കെ തന്നെ തേങ്ങ വാങ്ങുന്നതും വളരെ കുറച്ച് തന്നെയാണ്. തേങ്ങയുടെ വില വർദ്ധിച്ച വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ അടുക്കളയിലൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഈ തേങ്ങ അത്യാവശ്യമാണ്. അപ്പോൾ ഈ തേങ്ങയുടെ വില വർധനവ് കാരണം ജനങ്ങളൊന്നും തന്നെ ഇപ്പോൾ തേങ്ങയോടെ അങ്ങോട്ടേക്ക് അടുക്കാറില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പഴവങ്ങാടി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് തന്നെ തേങ്ങ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. ഇപ്പോഴത്തെ തേങ്ങ വില കാരണം ഭക്തജനങ്ങളൊക്കെ തേങ്ങ വാങ്ങാറുണ്ടോ, അതുപോലെ തന്നെ തേങ്ങയുടെ വില എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇവിടുത്തെ കച്ചവടക്കാരോട് തന്നെ ചോദിച്ച് നോക്കാം. ചേച്ചി, ഇപ്പം കച്ചവടം നടക്കുന്നുണ്ട്, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഇപ്പോഴത്തെ സ്ഥിതി വലിയ മോശത്തിലാണ്. കാര്യം തേങ്ങ വില കൂടുതൽ, വിൽക്കാൻ പറ്റണില്ല. ഈ തേങ്ങ 20-നും 30-നും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാണ് വരണത്. പിന്നെ കിലോ 70 രൂപ വിലയുണ്ട്. അപ്പം നമുക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെ. പിന്നെ ഇവിടെ വന്നിരുന്ന് ചുമ്മാ ഇരുന്ന് കൈ നീട്ടണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് വല്ലതും കിട്ടണതിന് വെള്ളം കുടിക്കാൻ അങ്ങനെ വരണതാണ്. നമുക്ക് കൊണ്ടുതരാനൊന്നും ആരുമില്ല. എത്രയാണ് വില? എങ്ങനെയാണ് വരുന്നത്? വില കിലോ 70 രൂപ ഉണ്ട്. പിന്നെ ഈ നമ്മളിപ്പോൾ 30-ന് 20-ന് 25-നും 15-നും ഒക്കെ കൊടുക്കും. അപ്പം നമുക്ക് മുതലാവില്ല. അങ്ങനെ എത്ര വീതം വെച്ചിട്ടാണ് ആൾക്കാർ വാങ്ങുന്നത്? ആള് 1 വാങ്ങിക്കണവരുണ്ട്, 3 വാങ്ങിക്കണവരുണ്ട്, 2 വാങ്ങിക്കണവരുണ്ട്, ചിലപ്പം 10 വാങ്ങിക്കും, ചിലപ്പോൾ 25 വാങ്ങിക്കും, അങ്ങനെ വാങ്ങിക്കും. ആദ്യമൊക്കെ കച്ചവടം എങ്ങനെയായിരുന്നു? നല്ല രീതിയിൽ നടന്നു? എല്ലാം കിട്ടുമായിരുന്നു. ഇപ്പം ഒന്നും കിട്ടൂല, വലുതായിട്ടൊന്നും കിട്ടൂല. പിന്നെ അങ്ങനെയൊക്കെ കരഞ്ഞു പോകണം. വീട്ടിൽ സ്ഥിതിയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് തന്നെ. എങ്ങനെ ചേച്ചി, ഭക്തജനങ്ങളിപ്പോൾ മേടിക്കുന്നുണ്ടോ സാധനങ്ങൾ? വാങ്ങിക്കും പോലെ വലുതായിട്ട് വാങ്ങിക്കാനില്ല, എന്നാലും വരണവർ വരുന്നുണ്ട്. എത്ര വീതം വെച്ചിട്ടാണ് വാങ്ങുന്നത്? 101 അടിക്കുന്നവർ കുറച്ച് പകുതി 10 തേങ്ങയൊക്കെ വാങ്ങിക്കും. കാര്യം ഇത്രയും വിലയല്ലേ മക്കളെ, 30, 40, 20, 15 ഒക്കെ അല്ലേ വില. ഒരു കിലോ തേങ്ങയ്ക്ക് 73 രൂപ വിലയുടെയൊക്കെയാണ്. ഈ തേങ്ങയുടെ വില കൂടുന്നതല്ലാതെ കുറയുന്നില്ലല്ലേ? വെളിച്ചെണ്ണ വില തന്നെ 300 രൂപ ഇല്ലേ. എന്ത് ചെയ്യും? ഇതും വരവ് തേങ്ങയാണ്. വീട്ടിൽ 2 പെൺമക്കൾ മക്കളെ, ഒരാളിനെ ഹരിപ്പാട് കല്യാണം കഴിച്ചു, ഒരാളിനെ വാഴമുട്ടത്ത്, ഇളയാളിന് 2 പെൺമക്കളും മൂത്ത ആളിന് 1 മോള്, അങ്ങനെ 3 ചെറുകുട്ടികളും. ബുദ്ധിമുട്ട് തന്നെ കല്യാണം കഴിച്ചെങ്കിലും നമ്മൾ തന്നെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ തേങ്ങയുടെ ഈ വിലവർധനവ് കാരണം കച്ചവടക്കാരൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും കൂടുന്തോറും തേങ്ങയുടെ വില വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളൊക്കെ തന്നെ തേങ്ങ വാങ്ങുന്നതും വളരെ കുറച്ച് തന്നെയാണ്. അതുകൊണ്ട് കച്ചവടം തീരെ ഒട്ടും നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കച്ചവടക്കാർ പറയുന്നത്. അവരുടെ സ്ഥിതി വളരെയധികം ദയനീയമാണ്.